ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കായംകുളം താലൂക്ക് രൂപീകരണം ഉറപ്പായും സാക്ഷാത്കരിക്കുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും കായംകുളം എംഎൽഎയുമായ അഡ്വക്കേറ്റ് എം ലിജു. സംസ്ഥാനത്ത് താലൂക്ക് റീഓർഗനൈസേഷൻ കമ്മിറ്റി രൂപീകരിച്ച പശ്ചാത്തലത്തിൽ കായംകുളം താലൂക്കിനായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കായംകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായംകുളം മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കായംകുളം താലൂക്ക് രൂപീകരണം ഉറപ്പായും സാക്ഷാത്കരിക്കുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും കായംകുളം എംഎൽഎയുമായ എം ലിജു പറഞ്ഞു. സംസ്ഥാനത്ത് താലൂക്ക് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി രൂപീകരിച്ച പശ്ചാത്തലത്തിൽ കായംകുളം താലൂക്കിനായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് 2027 വരെ സെൻസസ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. സെൻസസ് നടപടികൾ നിലനിൽക്കുന്നതിനാൽ ഈ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്താൻ സാങ്കേതികമായി സാധിക്കും. എങ്കിലും താലൂക്ക് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിച്ചതോടെ കായംകുളം താലൂക്ക് രൂപീകരിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കായംകുളം താലൂക്ക് നമ്മുടെ ഒരു ചിരകാല ആവശ്യമാണ്. സംസ്ഥാനത്ത് ഞങ്ങളെല്ലാം നൽകിയ നിവേദനങ്ങളുടെയൊക്കെ ഭാഗമായി സംസ്ഥാനത്തൊരു താലൂക്ക് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2027 വരെ സെൻസസ് നടപടികൾ പൂർത്തീകരിക്കുന്നതിനാൽ നമുക്ക് ഈ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാൻ സാധിക്കില്ല. കാരണം ഈ സെൻസസ് നടപടികൾ നിൽക്കുന്നതുകൊണ്ടാണ്. 27 വരെ സെൻസസ് ആണ്, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചതോടെ കായംകുളം താലൂക്ക് രൂപീകരിക്കപ്പെടാമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ എന്റെ നടപടികൾ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കായംകുളം താലൂക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. കായംകുളം ഗേൾസ് ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 4 കോടി രൂപ അനുവദിച്ചതും മണ്ഡലത്തിലെ ഒരു പ്രധാന ആവശ്യം പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറഞ്ഞു. ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗേൾസ് സ്കൂളിന് സ്വന്തമായി കെട്ടിടമില്ലെന്ന വിഷയം സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് സംസ്ഥാന ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഈ ആവശ്യം ഉൾപ്പെടുത്തുകയും സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 4 കോടി രൂപ വകയിരുത്തുകയുമായിരുന്നു. കായംകുളത്തെ ഒരു പ്രധാന ആവശ്യമായിരുന്നു കായംകുളം ഗേൾസ് സ്കൂളിന് ഒരു കെട്ടിടം അനുവദിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് കെട്ടിടമില്ല എന്നുള്ള ആവശ്യം സംസ്ഥാന ബജറ്റിൽ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന് മുമ്പിൽ ഞാനൊരു റെപ്രസെൻറ്റേഷൻ നൽകിയിരുന്നു. സംസ്ഥാന ബജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 കോടി രൂപ കായംകുളം ഗേൾസ് സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണത്തിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു തീരുമാനമാണ്. സമയബന്ധിതമായി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കായംകുളം ഗേൾസിന് ഒരു നല്ല ബിൽഡിംഗ് ലഭിക്കാനുള്ള നടപടി പൂർത്തിയാക്കും. കായംകുളം ഗേൾസ് സ്കൂളിന് മികച്ച കെട്ടിടം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.